ക്വസ്റ്റ്യൻ ചോദിക്കണേന് മുന്നേ ആൻസർ ഫുള്ള് എല്ലാരും ഒപ്പം ഹലോ ഗൈസ് എന്ന് പറയാം. അത് പൊള്ളിക്ക് കിട്ടാ. അതല്ല പേടിക്കൂല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ Q&A. കൊറേ കാലങ്ങൾക്ക് ശേഷമാണ്. കൊറേ പറഞ്ഞേക്കണം എല്ലാവരും Q&A ചെയ്യില്ല. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഒരു അവസരം കിട്ടിയ ചെയ്യാൻ. അതും രാത്രി 11 മണിക്ക്. നോക്കിക്കള് ടൈം നോക്കിയാല് 11 മണിയായിരിക്കും നമ്മള് Q&A ചെയ്യണേ. എത്ര മണിയായി? അതും എന്താ പറയാനുള്ളത്? അതും എനിക്കെന്താ പറയാനുള്ളത്? അപ്പൊ പറയ്, എനിക്കെന്താ പറയാനുള്ളത്? അപ്പൊ അപ്പൊ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വെച്ചാണ്. അപ്പൊ ആദ്യം ആരാണ് എന്തൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ അല്ല, ആദ്യം നിങ്ങൾ എല്ലാവരുടെയും ഫുൾ നെയിം. എല്ലാരും ഫുൾ നെയിം. എന്റെ പേര് മുഹമ്മദ് ഇഹ്സാൻ. എന്റേത് മുഹമ്മദ് ഇല്യാസ്. സാബിറ, ഷാഹില യാസ്മിൻ. പിന്നെ ഒരാളും കൂടി ഉണ്ട്. സാധനം പറഞ്ഞൊരു കുട്ടിന്റെ പേര് കൊറേ ആൾക്കാർ ചോദിച്ചാണ്. കുട്ടിയുടെ ഇയാളെ പേര് കൂട്ടത്തിൽ ചെറുതാണെങ്കിലും കുറച്ച് കട്ടിയുള്ള പേരുണ്ട്. പറഞ്ഞെടുക്കാൻ പേര് ഇപ്പന്റെ പേര് അൽതാഫ് ഫറൂഖ് ഗസാലി. അപ്പൊ അതേ മാതിരിട്ടതാണ്. അപ്പൊ ഇതാണ് ഞങ്ങളെ പേരും ആഡ്രിയൻ സെയ്ഖ് അബു. അപ്പൊ നമ്മളെല്ലാരുടെ പേരും പേരെങ്ങനെയാണ്? ഇത് ബാപ്പ, ഉമ്മ, മൂത്ത മോന്, അതാണ് അടുത്ത ചോദ്യം. മോള്, ലാസ്റ്റത്തെ മോന്, രണ്ടാമത്തെ ഇത് മൂത്ത മോന്റെ മൂത്ത വൈഫ്. നിങ്ങൾ പറയുന്നൊക്കെ എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ടായിരുന്നു. അതിലൊരാള് മരിച്ചു അല്ലേ? എനിക്കത് തൊള്ളോർക്കൂല. അടുത്ത എത്ര മക്കൾ? മൂത്ത മകൻ മൂത്ത പുത്രൻ. വയസ്സ് ഇല്യാസ് ബിൻ ഇബ്രാഹിം എന്നുള്ളത് ഷോർട്ട് ചെയ്ത് ഇബി. മുഹമ്മദ് ഇല്യാസ് ആണ് പേര്. പക്ഷെ ഇൻസ്റ്റയില് ബാപ്പാന്റെ പേര് കൂട്ടിയത് ഇല്യാസ് ഇബ്രാഹിം ആക്കി, ഇവിടെ യുസാൻ ഇബ്രാഹിം ആക്കി. പിന്നെ പേര് ഞാൻ ഇല്യാസ് ബിൻ ഇബ്രാഹിം എന്നുള്ള ഷോർട്ട് ആക്കിട്ട് ഇബി ആക്കി. അതിങ്ങനെ ഇബിയൻ ഫാമിലി ആക്കി. അപ്പൊ നീ ബാക്കി പറയും. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് എല്ലാരും പരസ്പരം പരിചയപ്പെടുത്താൻ. ഇതിലാരാ മോള്, ആരെ പെണ്ണുങ്ങളാണ് ഞാന്? ഇതിന്റെ പെണ്ണുങ്ങള്. ഏതാ മോള്, ഏതാ എല്ലാരും വിചാരം ഇത് ആരുടെ വൈഫ് ഇന്റേതാണോ? ഇവന്റെ ഭാര്യ, ഇത് ഇവന്റെ ഭാര്യ, ഇത് ഇവന്റെ ഭാര്യ, ഇത് ഇവളെ കുട്ടി. ഒക്കെ വായിച്ചാളി. ആദ്യം തൊട്ട് പറഞ്ഞു. അയ്യോ ഇതിപ്പോ എല്ലാരും കൂടി ഇതാണ് ഗൃഹനാഥൻ. ഇത് ഗൃഹനാഥ. ഇത് 3 മക്കളെ. ഇത് നിക്കി. ഇത് മൂത്ത പുത്രൻ, അത് ഇളയ സന്തതി, ഇത് നടുവത്തെ സന്തതി, ഇത് നടുവത്ത്. ഇവളെ കുട്ടിയാണ് ഇവന്. എല്ലാരും വിചാരം നിങ്ങളെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ ഡൗട്ട് ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞപ്പോഴാണ് ഡൗട്ട് ആയത്. എത്ര മക്കളാണ്? മരുമോൾ ആരാ ഇതില്? അതല്ല ഇപ്പൊ പറഞ്ഞേ. മരോളത് ഷായില ആരുടെ വൈഫാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ക്വസ്റ്റ്യൻ ചോദിക്കണേന് മുന്നേ ആൻസർ ഫുള്ള് ഞാൻ ചോദിക്കണേന് മറുപടി അറിയാം. ഇങ്ങനല്ല ഇന്റെ Q&A ഇങ്ങനല്ല. നിങ്ങളുടെ പ്ലേസ് എവിടെയാണ്? സ്ഥലം മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി ചെട്ടിപ്പടി പിയോ. അഡ്രസ് പറഞ്ഞ എന്തെങ്കിലും അയക്കാൻ അയച്ചോട്ടെ. ചൂടെടുത്തിട്ടാ പ്ലേസ് വെക്കണമെങ്കിൽ ആദ്യം ഒരാൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ഒരാൾ പറയാം. ഇത് മറ്റേത് ഫുൾ ചോദിക്കും. ഷായില ചോദിക്കും.
ഷായില എത്രയായി മാരേജ് കഴിഞ്ഞിട്ട്? പ്രഗ്നന്റ് ആണോ? സാനുമോൾക്ക് മാരേജിന് മുമ്പ് പ്രഗ്നന്റ് ആയത്? അതിനുള്ള മറുപടി ഷായിലന്റെ ഇനി കല്യാണം, അതായത് ഞങ്ങളെ രണ്ടാളെ കല്യാണം ഒരേ ഡേറ്റിലായിരുന്നു. നമ്മൾ ഉണ്ടാവല്ല. ഇത് ഫുള്ള് പ്ലാൻ കേട്ടോ ഗൈസ്. ഇക്കാക്കന്റെ ഇക്കാത്തന്റെ കല്യാണം ഒരേ ദിവസം. ഞങ്ങൾ രണ്ടാളെ കല്യാണം ഒരേ ഡേറ്റിലാണ് പറഞ്ഞത്. എന്തായാലും ഒരേ ഡേറ്റിലല്ല കാണിച്ചത്, എന്നല്ല കാണിച്ചത്. ഇന്ത്യ അനിയത്തിന്റെ കല്യാണം ഒരേ ഡേറ്റിലാണ്. അങ്ങനെ പറയാം. കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. 2 വർഷം 3 മാസം. ജനുവരി 6 2 വർഷം കഴിഞ്ഞു. 2 വർഷം 3 മാസം കഴിഞ്ഞ്. ആൻഡ് പ്രഗ്നന്റ് അല്ല. സാനു കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് അല്ല. കല്യാണം കഴിഞ്ഞ് എത്ര ആയിട്ടാ? 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഓഫ് ആയിട്ടോ? ഞാൻ നോക്കാം. റെക്കോർഡല്ലേ? നിങ്ങള് ഇടയ്ക്ക് നമ്മൾ ഓഫായി പോവുക. അങ്ങനത്തെ പ്രത്യേകത ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് എല്ലാരും കാത്തിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ എല്ലാവർക്കും ഗസ് ചെയ്യാ? അത് വേണ്ട, അത് വേണ്ട. അതിനുള്ള ഉത്തരം സാലിന് ലാസ്റ്റ് പറയൂ. സാലിന് ഇപ്പൊ പറയും. ലാസ്റ്റ് വരാം. അത് വേണ്ട, അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങളൊക്കെ ലാസ്റ്റാ ഷായില. കണ്ടിന്യൂ ആയിട്ട് പോണല്ല. അല്ല, അതവിടെ മാർക്ക് ചെയ്തിട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങളൊന്നും വേണ്ട. അത് വേണോ? ഒരു ചോദിച്ച ചോദ്യത്തിന് അങ്ങനൊന്നുമില്ല. എന്താ ഇതിലുള്ള ചോദ്യം ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് പറയും. പൊട്ടതാ. എന്റെ ഫേക്ക് അക്കൗണ്ട് നിങ്ങളുടെ ഫാമിലി ശരിക്കും ഇങ്ങനെയാണോ അതോ റീലിന് വേണ്ടി എടുക്കുന്നതാണോ? അങ്ങനെ ഒന്നല്ല കേട്ടോ, നമ്മളെ ഫാമിലി ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ എടുക്കാന്ന് പ്ലാൻ വരുമ്പോ തന്നെ തല്ലുമ്പോ തുടങ്ങും. ഇളിയും കച്ചറാവും നായാട്ടാവും ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ റെഡി ആവും. വൈബാണോ വെച്ചാ വൈബാണ്. ഇതിനിപ്പോ വൈബ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇതല്ലേ പറഞ്ഞു 24 പെട്ടെന്ന് പറക്കുന്നൊക്കെ. ഞാൻ ശരിക്കും ചോദ്യം ചോദിക്കട്ടെ? ശരിക്കും ചോദിച്ചു. നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്താള അവസ്ഥ. ഈ ഇങ്ങളും പെടും. അല്ല, ഞാൻ പെടില്ല. ഞാൻ ചോദ്യം ചോദിക്കണ ഞാൻ ഡീസന്റ്. ഷാഹിലയും ഇക്കാക്കയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ? എനിക്ക് അങ്ങനെ തോന്നി. സ്നേഹിച്ചല്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോയി. ഇവനക്ക് അവിടെ മൂലൊക്കെ പോയിരുന്ന പ്രേമിച്ചൊന്നല്ല ഗൈസ്. പക്ക അറേഞ്ച് മാരേജ്. അറേഞ്ച് കഴിഞ്ഞിട്ട് ലവ് മാരേജ്. അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെ ആണല്ലോ. എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു വർഷം ആവാനായി. മാർച്ചിലാണ്. മാസത്തെ പ്രണയം. പൂച്ചനെടുത്താ ഒന്ന് അടിങ്ങിയിരിക്കണേ. പൂച്ചല്ല പൊട്ടത്തിയെ. എനിക്കറിയില്ല. പട്ടിക്കുട്ടിക്ക് അങ്ങനെ മൂക്കരുക. നമ്മളിവിടെ ഇരിക്കൂട്ടാ. ആ ദൂരത്ത് വെക്കണേ. അവൻ അടിങ്ങിയിരുന്നോളൂ. ഇനി പറയാ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കി. അതൂന് എത്രയായി സോളിഡ് ഫുഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? അതൂന് 9 മാസമായി. സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്രയായി? 6 മാസം കഴിഞ്ഞപ്പോ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡുകൾ സോളിഡ് ഫുഡ്. എന്തെങ്കിലും ഇങ്ങനെ പറയണേ? കട്ടിയുള്ള ഭക്ഷണങ്ങളില്ലേ? അത് കൊറേ മുന്നേ കൊടുക്കൽ തുടങ്ങിയില്ലേ? 8 മാസം മുന്നൊന്നല്ല, 3 മാസം മുന്നൊന്നല്ല. 6 മാസം എന്ന് മുന്നേ കൊടുക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊക്കെ വല്ല തൊള്ളൽ ഇങ്ങനെ വെച്ചു കൊടുക്കലല്ലേ? 7 മാസം തുടങ്ങുള്ളൂ. 6 ഇവർക്ക് മൊത്തം കൺഫ്യൂഷൻ. അത് കേൾക്കുന്നത് ഭ്രാന്താവും. മതി വലുത് കേൾക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. കുഞ്ഞാവക്ക് എത്ര ലൈൻ ഉണ്ടായിരുന്നു? ലൈൻ ഉണ്ടോന്നുള്ളത് പറയ്. കുഞ്ഞാവക്ക് ലൈൻ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കയ്യിലൊന്നും ഒതുങ്ങൂല. എണ്ണ തികയൂല. ആരാ ചോദിച്ചേ കുഞ്ഞാവക്ക് ലൈൻ ഉണ്ടോന്ന്? അതൊന്നും എഴുതിയില്ല. അത് വേണ്ടേ? ലൈൻ ഉണ്ടാ? അല്ല, ഇനിയിപ്പോ തേച്ചിട്ട് പോയി. ഒട്ടിച്ചല്ല, തേച്ച് പയച്ചിട്ട് പോയി. പോയി നന്നായി. പോയത് നന്നായി. അത്
ഞങ്ങക്ക് നല്ല ഒന്നിനെ കിട്ടി. എനിക്കെന്താ വേണ്ടി? ഞാനോ പറി ഇതില് പറി. ഞാൻ അടുത്തിന്ന് നല്ലപോലെ പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഐഡിയ ആരുടേതാണ്? ഫാമിലിയിൽ പറഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ. തുടങ്ങാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ തന്നെയാണ്. പക്ഷേ അതിന്റെ മുന്നേ നമ്മള് പ്ലാനിങ് ഒന്നും പ്ലാനിങ് ഒന്നും ഇല്ലേ, നമ്മള് കൊറേ മുന്നേ സ്റ്റാർട്ട് ചെയ്തതാ. വെറുതെ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് പക്ഷെ നോമ്പിനാണ് ഇവിടെ നമ്മള് പറഞ്ഞപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ നോമ്പിനാണ് കുഴപ്പമില്ല. ഇടയിലോട്ട് തുടങ്ങി. അതിന്റെ മുന്നേ 2-3 വീഡിയോ എടുത്ത് ഒരു കല്യാണത്തിന് പോയി. ഷോർട്സ് ഇട്ടോളി. സിസിന് എത്രയാണ് ഏജ്? കാണുന്ന പോലെ അല്ല, നല്ല വയസ്സുണ്ട്. നല്ല പ്രായമുണ്ട്. 20. അഫുക്ക അഫുക്ക വിളിക്കുന്നത്. ഞാനിപ്പോ വരാം. ഓക്കെ. അങ്ങനെ സാനുമോൾക്ക് ഇന്റർനാഷണൽ കോൾ വരുന്നുണ്ട്. വീഡിയോ കോളാ, നോർമൽ കോളാ. അത് ട്രോഫി എടുത്ത് പോടി. വേണ്ട, ഓഡിയോ കോളാ. അപ്പൊ സാനു പോയി ഗൈസ്. ഇനി നമ്മള് നല്ല വൃത്തിക്കാവും സ്റ്റാർട്ട് ആവാം. ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. സാലു, നിങ്ങൾ എന്റെ ഇത്ത് മനസ്സിലാണില്ല പറയാൻ. അത് ശരി, എന്റെ ഇത് മനസ്സിലാവില്ല. വേറെ കാര്യം, സാലുവിന് ക്രഷ് ഉണ്ടോ? കാണുന്നവരോടൊക്കെ ക്രഷ് ആണ്. ക്രഷ് ഉണ്ടോ? ക്രഷ് ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യം ചിത്രം തന്നെ. ഓന് കാണുന്നവരോടൊക്കെ ക്രഷ് ആണ്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് എല്ലാരും കണ്ടല്ലോ തോന്നുന്നു. അത് പൂട്ട്. ഓന് ഫ്രിഡ്ജിലുള്ള മിഠായി ഉണ്ട്. സാലല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മരുമോളായിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ? മരുമോളായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് ആ കുട്ടിയുടെ പേര് എഴുതിയില്ല. ആദ്യം ഇവനെ മരുമോനാക്കാന് ഇവൻ വളരട്ടെ. ബുദ്ധി ഉറക്കാണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിൽ ബുദ്ധി നിങ്ങളെ വീട്ടുകാർക്കും ഇല്ല ഓരോ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങള് അതെ, നിങ്ങൾക്ക് മാത്രല്ല ആഗ്രഹങ്ങളുള്ളു. നിങ്ങളെ വീട്ടുകാർക്ക് ഉണ്ടാവില്ല ആഗ്രഹങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ അതിനും വലുതാണ്. എന്ത്? ഇത് ഫുള്ള് സാധനം ഉള്ളൂ. അനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ? എന്നോടാണോ ചോദിക്കണേ? ഇല്ലാതിരിക്കണേ എന്നാണ് എന്റെ ദുആ. അന്ന് അത്രക്ക് ഇഷ്ടാണ്. അനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇതിന് സാല് ഉത്തരം പറഞ്ഞാലും കൊടുക്കും, പറഞ്ഞില്ലേലും കൊടുക്കും. ലാസ്റ്റ് പറയാ. ലാസ്റ്റ് പറയാനില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കല്ല. എനിക്ക് ലൈൻ ഉണ്ടെന്ന് ചോദിച്ചപ്പോ കാക്കന്റെ കൊറേ പൊട്ടിയാണ്. നമുക്കൊരു അതിലൊരു പൊട്ടലാണ്. ചോദ്യം അല്ല, അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഇല്ലാത്ത ചോദ്യങ്ങളാണൊക്കെ. അവിടെ നിക്ക്. ചോദ്യം മാന്യമായിട്ട് അതെന്തിനാ പറയണ നമ്മള്? ഉള്ളത് ഇല്ലാത്തതൊക്കെ എന്തിനാ പറയണ നമ്മള്? അത് പറയണല്ലോ. ആരാന്നൊന്നും പറയണ്ട. ആരാന്ന് പറയണ്ടല്ലോ. മനസ്സിലായില്ല. ഉണ്ടോ ഇല്ലേ? അതല്ല, ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കണ്ട. Q&A ഇടാന്ന് പറഞ്ഞാല് ഒരു ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പകുതി മുക്കാല് ചോദ്യം. അപ്പൊ ഇല്ലാന്ന് നമ്മൾ പറയട്ടെ. ഇല്ലാന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞുതരാം അവന്റെ പ്രശ്നം എന്താ. ഞാൻ പറഞ്ഞുതരാം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ക്രഷ് എന്നൊക്കെ പറയണ കുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കൂല. അതൊക്കെയാണ് അവന്റെ പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. ഇല്ലാന്ന് പറഞ്ഞാൽ ഓള് അതല്ല, എനിക്ക് മെസ്സേജ് ആരുമില്ല. ഞാൻ ആർക്കും ഇല്ല. ക്രഷ് ഒന്നും പറഞ്ഞ അങ്ങനല്ല. ഇപ്പൊ ഇതേപോലെ എന്താ മരുവളെ അങ്ങനൊന്നും ആരും തിരക്ക്. ഇപ്പൊ Q&A ചോദിച്ചില്ലേ? സാലോ കൊറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കി വെച്ചത്. അനക്ക് ചോദ്യം ഉത്തരം കൊടുക്കാൻ പറ്റൂല്ലേ? ചോദ്യം ഒളിപ്പ് കൊടുത്തില്ല. ഇനി ഇങ്ങട്ടാ എന്റെ ഭാഗം കൊണ്ട് പറയണം. അനക്ക് ലൈൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, അങ്ങനല്ല. ഉണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിൽ അടുത്തത്. അപ്പൊ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട്. അപ്പൊ സാലു കമ്പ്യൂട്ടറാണ് ഗൈസ്. അതും കാക്കനെ പോലെ
ഇതെന്തായാലും പഠിച്ചവനെ ഓള് കാണണല്ലോ ഇങ്ങനെ ആക്കിയത് കാണണം. സാല് കമ്മിറ്റഡ് ആണ് ഗൈസ്, ആര് ബൈക്ക് വരണ്ട. ഇങ്ങനൊക്കെ ആക്കിക്കോ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് ഈ അടുത്ത കാലത്തൊന്നും ഇവന് ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വിളിക്കണതോ ചാറ്റ് ചെയ്യണതോ ഒരു കറക്റ്റ് സംഭവം നമ്മൾ കണ്ടില്ല. ഒന്നിക്ക് ഇവനെ തേച്ചത് അല്ലെ ഇവനെ അങ്ങോട്ട് തേച്ചത് ഡൗട്ട് ഞാൻ പറയും. കുഞ്ഞാവന്റെ ചോദ്യങ്ങൾ ഇതിലുണ്ട്. ആയിക്കോട്ടെ പറയും. നിങ്ങൾ പഠിക്കുന്ന കോഴ്സും എന്നോടാണ് ഇതും, നിങ്ങൾ പഠിക്കുന്ന കോഴ്സും അതിന്റെ സാധ്യതകളെ കുറിച്ച് വല്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഞാൻ പഠിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങോട്ട് പറഞ്ഞോളൂ. അങ്ങോട്ട് നോക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴിക്കോട് കെൻമിയിലാണ് പഠിക്കുന്നത്. കോഴിക്കോട് കെൻമിയിലാണ് പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിന്റെ സാധ്യതകളെ പറ്റി പറയും. എന്താ നമ്മള് വെറുതെ കോഴ്സിന് പോണേ അത്രേ ഉള്ളൂ അല്ല കാക്ക? വെറുതെ ഒന്നല്ല, അതാ ചോദിക്കണേ. ഇത് പഠിച്ചാൽ എന്തൊക്കെ സാധ്യത ഉണ്ട് എനിക്ക് ജോബിനുള്ള? കണ്ടന്റ് ക്രിയേറ്റർ ആവാ, നമുക്ക് ആഡ്സ് ഉണ്ട്, അങ്ങനെ ഗൂഗിൾ ആഡ്സ്, ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പഠിക്കാം. സത്യം പറഞ്ഞ ഗൈസ് രാവിലെ ഇവിടുന്ന് ലാപ്ടോപ്പ് തൂക്കി പിടിച്ച് പോവല്ലാണ്ട് ഇവൻക്ക് പോണത് എന്തിനാന്ന് പോലും അറിയില്ല. ഫീസ് കൊടുക്കണ മൂന്നാല് മാസമായിട്ട് ഫീസ് കൊടുക്കണം നിങ്ങൾക്ക്. ഇതുവരെ അപ്പം ഇവിടുന്ന് വർക്കൗട്ട് എന്തെങ്കിലും വർക്ക് ചൂടായിട്ട് നീക്കാൻ പറഞ്ഞാലും വർക്കൗട്ട് നീക്കും. അവിടുന്ന് പഠിപ്പിച്ച എന്തൊക്കെ അറിയാം? ഗ്രാഫിക് ഡിസൈനിങ്, അതേപോലെ ഗൂഗിൾ ആഡ്സ്, അങ്ങനത്തെ ഐറ്റംസാ പഠിക്കുന്നത്. ആഡ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നെ പഠിപ്പിക്കുന്നത്. എന്റെ ക്ലാസ് എത്ര മണിക്കാ തുടങ്ങല്ലേ? എന്റെ ക്ലാസ് 10:30 മുതൽ 3:30 വരെയാണ്. ഇവിടെ നിന്ന് എത്ര മണിക്കാ പോലെ? 11 മണി കഴിയും പോലെ. 11 മണിക്ക് ഇന്ന് 11 മണിക്ക് ഇറങ്ങി, ഇന്നലെ 10:50 ഇറങ്ങി. 10:00 ക്ലാസ്സിന് 10:50 ഇവിടുന്ന് പോണത്. സംഭവം എന്താ അറിയോ? ഞാൻ പറഞ്ഞേ, ഞാൻ ഉമ്മച്ചിനോട് സാനോട് ഷാഹിനോട് പറയും ഞാൻ ഇവിടെ കെടുക്കണില്ല. ഇവിടത്തെ താഴത്തെടുക്കണെന്ന് ഇവിടെ കെടുന്നതിന് ശേഷം ഞാൻ നീക്കൂലപ്പാ. ഇവര് ഉമ്മച്ചിനോട് ആകുന്ന അടിയിൽ നിന്ന് അടുത്ത മതിയോ? ആ മതി, ഇത്രേ ഉള്ളൂ ഞാൻ പഠിക്കണേ. അടുക്ക് ഇഞ്ഞോര് വന്നിട്ട് കട്ട് ചെയ്ത് വെച്ചാ അപ്പൊ അടിക്ക് പോയിട്ട് എല്ലാവരും അളിയൻ വന്നപ്പോ പോയതാണ്. അപ്പൊ അതിന്റെ ഭാഗം അടുത്ത ഭാഗം അതിന്റെ നമ്മളെ അളിയൻ വന്ന് അതിന്റെ കാര്യങ്ങൾ അളിയന്റെ കഥ വലിയ കഥയാണ്. അളിയന്റെ ബംഗാളി കഥ അത് വേറെ രസം. അത് ഓനെ ഇരുത്തിട്ട് പറയണം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും പോയി കൈകൊന്ന് പോയി ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കറണ്ട് ബില്ല് എത്രയാ വന്നത്? കുറച്ച് വന്നിട്ടുണ്ട്. സങ്കടം വരാൻ മാത്രം ഒന്നുമില്ല. ഒരു 6000 സംതിങ് വന്നിട്ടുണ്ട്. 6000 ഇപ്രാവശ്യം എത്ര പ്രതീക്ഷ? 10 പ്രതീക്ഷ. 10 വരെ പ്രതീക്ഷ. കാരണം നോമ്പ് എന്തായാലും പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മള് 10 വരെ പ്രതീക്ഷിക്കുന്നു. കാരണം 4-5 പേരുണ്ട്. അതന്നെ 15 ഒന്നും പ്രതീക്ഷയില്ല. എനിക്ക് ഭയങ്കര പ്രതീക്ഷ ആണല്ലോ, വല്ലാത്ത പ്രതീക്ഷ. അടുത്ത ചോദിക്കോ? അടുത്തത് പാരന്റ്സ് മരുമകളായിട്ട് എങ്ങനെയാണ്? മിങ്കിളാണോ? അതന്നെ മിങ്കിൾ എന്താ അറിയാ? അത്രയും ക്ലോസ് ആണോ? ഈ ഇരുത്തം കണ്ടിട്ട് ക്ലോസ് ആണോ? ക്ലോസ് ആക്കുവോ? ഷാഹിലിന്റെ സാധനമാണ് ഇത്. സാധനം മറുപടി പറഞ്ഞിട്ട് പറയും. പിന്നെ ചോദിക്കാം. നോട്ട് ഇവിടെ പെന്നോടെ പെന്ന അതിന്റെ കഴിക്കണ്ടേ? വല്ല വയലിട്ടോ പോയാ കുഴപ്പമില്ല. ഞാൻ നോക്കിക്കൊണ്ട്. ഇഹ്സാനിന് മാരേജ് പ്ലാൻ ഉണ്ടോ?
പഠിച്ചെന്തി പണിയാട്ടെ 5 കൊല്ലം കഴിയട്ടെ, വയസ്സില്ല. അബ്ദുൽ കലാം ആവും. തേച്ച് 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 അബ്ദുൽ കലാം ആവും. എളുപ്പിച്ച് വരാം. അബ്ദുൽ കലാം കല്യാണം കഴിച്ചില്ലല്ലോ. പണി കിട്ടി 25 കിട്ടും. 25 പണിയാവണം. അവന്റെ മുഖത്തൊരു ചിരിയൊക്കെ ഇജില്ലേ ഇജി ആ സൈഡ് വേണ്ട, അവിടെ ഇരുന്ന് ഞാൻ രണ്ടിന്റെ ഇടയിലാവും, എന്നിട്ട് ഇന്നെ ഉരുക്കി വിടും. അടുത്തത് കെട്ടിക്കോ, ഓനെ കൂടെ കെട്ടിക്കോ. അവനക്ക് താല്പര്യം ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കെട്ടി. അതിന് ഈ മാസോ മാസം തന്നെ പിന്നെ ഫുള്ള് കറണ്ട് ബില്ല് ഫസ്റ്റ് അടക്കട്ടെ എന്നാ പിന്നെ ഫുള്ള് ചെലവുകൾ എടുക്കേണ്ടി വരും. ഇപ്പൊ ഓൻക്കൊരു 100 രൂപ എണ്ണി 100 രൂപ ഫുഡും. കറണ്ട് ബില്ല് ഫസ്റ്റ് അടക്കട്ടെ എന്നിട്ട് കെട്ടിക്കാറിയാ. ഓക്കെ ഓക്കെ. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആക്കുകയാണെങ്കിൽ മഹററ്റാക്കാച്ച നമ്മളിപ്പോ കെട്ടിച്ചു കൊടുക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസം അടുത്ത മാസം കല്യാണം 10-ാം തീയതി സാലുവിന്റെ ബാങ്ക് ബാലൻസ് പറയും. 3500. സാനുവിന്റെ അൻ്റെത് പറയും. അടുത്ത ചോദ്യം അല്ല അത് വെച്ചാ കല്യാണം എന്ന് പറയും. പറഞ്ഞില്ലേ ഷായിലത്താത്താന്റെ ഡ്രസ് ഷായിലത്താത്താന്റെ ഡ്രസ് എങ്ങനെയാ മടക്കി വെക്കുന്നത്? ഷായിലത്താത്ത ഡ്രസ്സ് മടക്കി വെച്ച ഇപ്പൊ വന്നാ കാണാൻ നിങ്ങക്ക് ആ മടക്കി വെച്ചതിന്റെ കോലം. അങ്ങനെ എല്ലാരും പറഞ്ഞു പെണ്ണിന് OCD ആ. നോക്ക് OCD ഒന്നുമല്ല, വേറെ എന്തോ സാധനമാണ്. അത് മടക്കി വെക്കുമ്പോ മാത്രം OCD. 2 ദിവസം കഴിഞ്ഞാൽ OCD. വീഡിയോ നമ്മള് ഇടും. ഇപ്പൊ എനിക്ക് താഴത്തുനിന്ന് ഫുൾ മിക്സ് ആയിട്ടല്ല മടക്കുക. അപ്പൊ എനിക്ക് മെൽക്ക് വന്ന് നേരമില്ല. 12 കഴിഞ്ഞിട്ട് നമ്മള് മേൽക്കേറിനെ അതുള്ളോണ്ടാണ്. സൈഡ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വലിക്കാതാണ് പരിപാടി. എന്ത് മടക്കാൻ നേരമില്ലാത്ത ഏയ് അതല്ല മടക്കി വെച്ചതാ. അത് ശരിക്കും എനിക്ക് വെക്കാൻ നേരം കിട്ടി. അടുത്ത ചോദ്യം ഫുൾ പണിയാണ് ഗൈസ്, ഭയങ്കര പണിയില്ല. അതുള്ളോണ്ടാണ് എടുത്തെടുക്കല. ചൂടായി. അടുത്ത ചോദ്യം റസാഖ് റിൻഷാദ് പറഞ്ഞിട്ടുള്ളൊരു താത്ത ചോദിച്ച യൂട്യൂബിലാ. ഷാഹിലന്റെ വീട് എവിടെ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് താത്ത ചോദിച്ചല്ലേ. എന്റെ വീട്ടില് ഉമ്മ, ഉപ്പ, അനിയൻ, അനിയത്തി. ഉപ്പ വീട്ടിലില്ല, ഇപ്പ സൗദിയിലാണ്. അനിയത്തി ഡിഗ്രി പഠിക്കുക, അനിയൻ ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞ് ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞ് കോഴ്സ് എടുക്കണമൊക്കെ അറിയില്ല. അത് കഴിഞ്ഞ് പെങ്ങളാണ് എത്ര പെങ്ങൾ? റസാഖ് റിൻഷാദ് യൂട്യൂബിൽ നിന്ന് ഒരു താത്ത ചോദിച്ചാണേ. ഷായിലത്താത്താന്റെ ലവ് സ്റ്റോറി നിങ്ങൾ അറേഞ്ച് അറേഞ്ച് മാരേജ് ആണ്. ലവ് സ്റ്റോറി ഒന്നുമില്ല. ഇതിന്റെ മുന്നത്തെ കോമൺ ആയിട്ട് ചോദിച്ചെടുത്തില്ലടാ. ഇതിനല്ല, എനിക്ക് വേറെ ലവ് ഉണ്ട്, അതിന്റെ സ്റ്റോറി. കുടുംബ കലക്കി. അടുത്തത് സാലുവിന് പെണ്ണുണ്ടോ? അത് പറഞ്ഞില്ല. ഇനി അടുത്ത യൂട്യൂബിൽ അല്ല എഴുതിയത് അതുപോലെ ചോദിക്കടാ. സാലുവിന് പെണ്ണുണ്ടോന്നല്ല, ഈ താത്ത ചോദിച്ചത് വരിക്ക് നമ്പർ ഇട്ടതാ, മനസ്സിലായ? ഈ താത്ത 6 ക്വസ്റ്റ്യൻ ചോദിച്ചു. അടുത്ത് താത്താന്റെ കുട്ടിന്റെ നെയിം എന്താ? നേരത്തെ ആഡ്രിയൻ സൈഖ് അബു. ഷായിലത്താത്ത എങ്ങനെയാ ഡ്രസ് മടക്കാറ്? അത് കാണിക്കോന്ന് നമ്മള് കാണിക്കും ഒരു വീഡിയോ ഇൻഷാ അല്ലാ. ഞാൻ വിചാരിച്ചപ്പോ നാളെ തന്നെ ഒരു വീഡിയോ എടുക്ക ഒക്കെ വലിച്ചിട്ട് കഴിഞ്ഞാല്, പക്ഷെ ഓളിനെ തല്ലും. മൊത്തം മടക്കിട്ട് കാണിക്കും. വേറെ അലമാറ കാണിക്കാം. ഉമ്മന്റെ അലമാറ അപ്പന്റെ അലമാറ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ. ഷായിലത്താത്ത അനിയത്തിയാണോ? അനിയത്തിയാണ്. അങ്ങനെയല്ല, അത് ഷായിലത്താത്താക്ക് എന്നുള്ളത് ഞാന് ഇതിട്ടതാ. കുത്തുമമ്മട്ടത്. അടുത്ത് ഷായിലത്താത്താക്ക് ഇവിടുത്തെ ഫാമിലിയാണോ ഇഷ്ടം, അതേപോലെ എന്റെ വീട്ടിലത്തെ ഫാമിലി ഏതാണ് ഇഷ്ടം? ഇത് രണ്ടും ചോദ്യം ചോദിച്ചാൽ 2 റുപ്യ ഗൂഗിൾ പേ ചെയ്തു മറുപടി തരും. ഞാനൊരു ഗൂഗിൾ പേ ചെയ്തു. എനിക്ക് 2 ഫാമിലി ഒരേപോലെ. അങ്ങനെ ഏതെങ്കിലും ഒന്നാ ചോദിച്ചേ. ഫാമിലി പറഞ്ഞോ, ഞാൻ പറഞ്ഞാലും ഉത്തരോ കല്യാണം കഴിഞ്ഞാല് ഫുൾ ഒരു ഫാമിലി ആയി. അങ്ങനല്ല, അതില്ല. ഇല്ല മോളെ, ഇല്ല മോളെ, ഇവിടെ ചോദ്യാണ്. ഞാൻ ഉത്തരം പറഞ്ഞു. ഇജ്ജ് പറഞ്ഞോ. ഷായിലെപ്പോള് എനിക്ക് അവിടെ തന്നെ പറഞ്ഞാല് സാലു ആയിക്കോട്ടെ. അത് ഞാൻ പറയില്ല, കാര്യമായിട്ട് ഞാൻ പറയില്ല. ഓക്കോളെ ഫാമിലി ഉത്തരം പറഞ്ഞു 2 ഒരേപോലെ. അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ പറയാം, എനിക്ക് മറ്റുള്ളതാണോ മറ്റുള്ളതായത് ഇഷ്ടം? രണ്ടും ഇഷ്ടല്ല. ഇത്രയുള്ളൂ, സാരമില്ല ഉണ്ടാകുന്നു. സാലു ഞാൻ 2 ഒരേപോലെ കൊടുക്കുന്നു. ഷായിലന്റെ വീട് എവിടെയാണ്? തലപ്പാറ. തലപ്പാറ
മനസ്സിലാവും. തലപ്പാറ തലപ്പാറ ചെമ്മാട് തലപ്പാറ ഒരു കുണ്ടില് കൊണ്ടില്ലെന്നല്ല. സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് അതല്ല. തലപ്പാറന്ന് എത്ര കിലോമീറ്റർ പോകേണ്ടി എത്ര കിലോമീറ്റർ വേണോ? 4 കിലോമീറ്റർ പോകേണ്ടി വരും. 3 പൊട്ടനാ കാക്ക. പിന്നെ എത്ര കിലോമീറ്റർ? കിലോമീറ്റർ കൂടി ഇല്ല പോട്ടെ. 1 കിലോമീറ്റർ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു കുണ്ടാണ്. ഒരു കുണ്ടാണ്. ആ കുണ്ടിൽ അല്ല, ഇറങ്ങണം. അവിടെ എത്തുന്നതിന് മുമ്പ്. ഇല്ല, കുണ്ടിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്ക്. അണ്ടി വളപ്പല്ല എന്തായാലും. അതൊന്നല്ല, സ്ഥലത്തിന്റെ പേര് അതല്ല. അണ്ടി വളപ്പ് എന്നാണ്. ലൊക്കേഷനിൽ പോലും ഉണ്ടാവില്ല അണ്ടി വളപ്പ്. തല്ലുണ്ടാക്കല മതി. ഞാനത് നിങ്ങളെന്ത് കേറി നിങ്ങൾ കാണൂല. അനിയനും ഞങ്ങള് പഠിക്കും. ഇപ്പൊ കഴിഞ്ഞത് അടി. അടുത്ത ചോദ്യം എന്താ അറിയോ? അനിയനും മൂത്തച്ചിയും നല്ല ബോണ്ടാണോ? കണ്ടില്ലേ, നല്ല ബോണ്ടാണ്. നല്ല ബോണ്ടാണ്. അനിയത്തി മുത്തച്ചി നിങ്ങൾ കേറുന്നോളൂ. ഇനിയിപ്പോ ചിലപ്പോ ഞാനും ഇവിടെ ഒരേ ഏജ് ആയോണ്ട അല്ലേ? ഇവന്റെ അനിയനാണ്. എല്ലാരും ഏജ് ചോദിച്ചു ഇവിടെ. എല്ലാവരും ക്വസ്റ്റ്യൻസ് പറയും. ലാസ്റ്റ് പറയാ എല്ലാരും ഏജ്. ഇത് കണ്ടവർക്ക് പ്രാന്താവട്ടെ നമുക്കാറും. അതിനുള്ള വകുപ്പുണ്ട്. ഇത് എന്തുവാ എടുത്ത് വെച്ച് ഇതെന്ത് തേങ്ങ എടുത്ത് ചോദിക്കേണ്ടത്. അടുത്ത് ഇത് രണ്ടും ഞാൻ ലാസ്റ്റ് ചോദിക്കാം. മറ്റു ലാസ്റ്റ് ചോദിക്കാം. ഉപ്പ പറയണം ആ വീട്ടിൽ ഏറ്റവും പാവം ആരാണെന്ന്. പറയപ്പാ. ഈ വീട്ടിൽ ഏറ്റവും പാവം ഇമ്മച്ചിനെ ചോദിച്ചു. ഞാൻ തന്നെ. അതെ, നമ്മളിന്ന് പറഞ്ഞിട്ടല്ലോ. ഞാൻ എഴുതുമ്പോ പറഞ്ഞിട്ടുള്ളൂ. ഉപ്പ പറയും ഞാൻ തന്നെയാണ്. അല്ല ഇപ്പൊ അതല്ല ഉപ്പല്ല. ഈ 4 മക്കളേല് ഷായില് നമ്മളെ 4 മക്കളല്ല, ഉമ്മ അടക്കം. ആരാണ്? ഇമ്മച്ചിനെ പറയും. അതിപ്പോ എങ്ങനെ പറയാ, ഒന്നിനെടുത്ത് അടക്കുമ്പോൾ അതിന്റെ സ്വഭാവം. ഇതിന് ചില സമയത്ത് ഒരു ആണി പോവും. അത് ഞാൻ കുത്തി പറയണ്ട. ഇത് ഫുള്ള് ആണിയാണ്. ഇപ്പച്ചി തലയില്ലാത്ത ആണി. ഇപ്പച്ചി കാണില്ല. നിങ്ങളൊരു ആണി. മിഞ്ഞാന്ന് വരെ ചെറിയ ആണി ഇളകി കുത്തുന്നതാണ്. മിഞ്ഞാന്നല്ല, ഇന്നലെ അത് ഞാനും കാക്കി തെറ്റിയ. ഞാൻ കാക്ക് തെറ്റിയല്ല, എന്നും തെറ്റല്ല. അടുത്ത് പെങ്ങളെ എങ്ങോട്ടാണ് കെട്ടിച്ചത്? പെങ്ങളെ എങ്ങോട്ടാണ് കെട്ടിച്ചത്? സ്ഥലം പെങ്ങളെ കെട്ടിച്ച സ്ഥലം ഇവിടുന്ന് പരപ്പനങ്ങാടി തന്നെ, ചെറുമംഗലം അറ്റത്തങ്ങാടി. അളിയൻ അവിടെ ഉണ്ട് ഗൈസ്, പക്ഷെ അളിയൻ വരില്ല. ഭയങ്കര ഇൻട്രോവേർട്ട്. അളിയൻ എന്റെ കമ്പനിക്കാരനാണ്, എന്റെ കൂടെ പഠിച്ച ആളാണ്. ഒരു സന്ദർഭത്തിൽ ചോദിച്ചു. ഒരു സന്ദർഭത്തിൽ അളിയനായി പോയതാണ്. അടുത്ത് ചോദിച്ചു. നിങ്ങളെല്ലാവരും റീൽസിലേക്ക് കാണല്ലേ, എന്താ പറയാ, വർഷങ്ങൾക്ക് മുന്നേ ഫ്രണ്ട്സായി നടന്നവർ പെട്ടെന്ന് പെങ്ങളെ കെട്ടി അളിയനായി എന്നൊക്കെ. ആ സിസ്റ്റമാണ് നമ്മളതേപോലെ റീൽ ഇറക്കിയില്ല, കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് വരാൻ തുടങ്ങി ഞങ്ങളുടെ റീലും ഇറങ്ങും, വീഡിയോയും ഇറങ്ങും. ഓക്കെ, അത് പേടിച്ചിട്ടാ വരാം. നമുക്കറിയാം ഓനെ വെച്ച് നല്ല പരിപാടി എടുത്തുന്നുള്ളു. അടുത്ത് ഷാഹിലയും ഇക്കാക്കയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ്. എനിക്ക് 24 വയസ്സ്, ഇവക്ക് 23 വയസ്സ്. 23 ഞാൻ കറക്റ്റ് പറയാം. ഞാൻ കറക്റ്റ് 24 ഒരു 5 വയസ്സും കൂടി കൂട്ടുക. എനിക്ക് 29 വയസ്സ്. 29 വയസ്സ് മാർച്ച് 15 29 വയസ്സ്. എനിക്ക് 23 വരും. 22 അല്ലേ? 22 വയസ്സ്, മെയ് 25. ഞാനും കാക്കി എങ്ങനെ അതേമാതിരി ഷായിലും ഞാനും ഷായിലും കാക്കി. അടുത്ത് ജോബ് എന്താണ്? എഡ്യൂക്കേഷൻ. ഞാൻ ഡിഗ്രിക്ക് പോയിട്ടുണ്ട്. സത്യാവസ്ഥ പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്താണ്. ജോലി ബിസിനസ്സാണ്. അടുത്ത് എനിക്ക് നമ്മൾ ഫാമിലി പരിപാടിയായിട്ട് അമ്മമാരെ കൂടാണ്. സോഫ ആ പരിപാടിയാണ്. സോഫൻ്റെ റക്സിന് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ക്ലോത്തിൻ്റെ ഒക്കെ ഷോപ്പാണ് എനിക്കുള്ളത്. നമ്മൾ സോഫൻ്റെ പരിപാടിയാണ്. ഈ കാരണം കട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അടിച്ചാണ്. കുഷ്യൻ്റെ വർക്കാണ്, കട്ടൻ നമ്മളെ വർക്കാണ്. ഓക്കെ, പണി എന്താ? പെച്ചിന്റെ പണി മീൻ പണി. എനിക്ക് ഫിഷർമാൻ, മത്സ്യവില്പനം. എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ പഠിക്കുക. ഒരു പണിയില്ല നമ്മക്ക്. ഒരു മാസം ആവട്ടെ, ഞാൻ പണിക്കോ നോക്കി. ഒരു മാസം പഠിക്കണ, പഠിത്തം കഴിഞ്ഞ ജോലി കിട്ടും. സാനു ഡിഗ്രി BSc അല്ല BA സോഷ്യോളജിയോ? BA സോഷ്യോളജി അല്ലേ?
ബാബാ ബാ ബാനു താത്തു കൈ താത്തു പോവാ അതെ ഞാന് BSc എന്നാ വാ ഫിസിക്സ്. നല്ല ചോദ്യങ്ങളുണ്ട് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ വന്നു എന്നോടൊരു ചോദ്യം ചോദിക്കാം അതിനോട് രണ്ട് ചോദ്യം ചോദിക്കാം ഉത്തരം പറയണം എന്ന് പറഞ്ഞ സാധനം. അത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് ഷായിലന്റെയും കുഞ്ഞാവന്റെയും 3 പോസിറ്റീവ്. അത് ഞാനും പറയാം കകന് പോസിറ്റീവ്. സാധനം നേരത്തെ പറഞ്ഞു. ഞാനൊന്നും പറയാ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. ഇന്റെ പോസിറ്റീവ് ഇവിടെ ഇപ്പൊ ഇന്റെ പോലത്തെ അല്ലേ 4 ആൾക്കാരുണ്ട് 4 പറഞ്ഞു 3 ശാന്തനും സൽഗുണ സമ്പന്നനും ആണ് എന്റെ കാക്ക. വേറെ ആരും എന്റെ അത്ര പറയില്ല. ഇന്റെ പോസിറ്റീവ് പറയുമ്പോ പോസിറ്റീവ് പറഞ്ഞാല് നല്ല കാര്യം നല്ല സ്വഭാവം. അതല്ല എന്തേലും ഒരു അത് ഞാൻ ഫുള്ള് പറഞ്ഞു. ശാന്തനും എന്താ പറയാ, ശാന്തനും ഇന്ത്യയിൽ നിങ്ങൾ കണ്ട നല്ല ക്യാരക്ടർ ഇന്റെ ക്യാരക്ടർ എല്ലാരും നല്ല സ്നേഹിക്കും. എനിക്ക് വെച്ച് ഏറ്റവും നല്ല ഏട്ടൻ പോസിറ്റീവ് അല്ല പൊട്ട. അല്ലേ ക്യാരക്ടർ ക്യാരക്ടർ ഇന്റെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സംഭവം ഉണ്ടാവല്ലോ. ഞാൻ പറയാം അതല്ല ശാന്തൻ അതല്ല ഇതൊക്കെ അങ്ങനല്ല നല്ല ആരെയും നല്ല വിശ്വസിക്കും. ഞാൻ പറഞ്ഞുതരാം കുഞ്ഞാവന്റെ ഒരേ കേട്ടെ നമ്മളിങ്ങനെ ആക്കിയത് കുഞ്ഞാവാണ്. നമ്മളെങ്ങനെ ആക്കിയത് കുഞ്ഞാവാണ് അല്ലേ? നമ്മളെങ്ങനെ ആക്കിയത് കുഞ്ഞാവാണ്. ഇന്നെന്ന ഇതിലെത്തിച്ചേ ഇപ്പച്ചി ഇങ്ങനെ നെല്ലേര് ഇപ്പച്ചിനെ എങ്ങനെ ആക്കിയത് കുഞ്ഞാവാണ്. എന്നെ പറ്റിയല്ലോ പോസിറ്റീവ് സത്യായിട്ടും അതാണ് അതിന്റെ ശരി. ഓന് അതിലൊക്കെ വേറെ പോസിറ്റീവ് പറയും. വേറെ പോസിറ്റീവ് എന്താ, ഓന് വളരെ സ്നേഹമുള്ള മോനാണ്. അല്ല അല്ല ഇന്നെ പറ്റി പോസിറ്റീവ് നെഗറ്റീവ് ചോദിച്ചില്ല. ചോദിച്ചില്ല നെഗറ്റീവ് ആണ് ഫുൾ നെഗറ്റീവ് നെഗറ്റീവ് ചോദിച്ചാൽ സാധനം പറയും ശാന്തൻ. ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്, അതിൻ്റെ ആണ് പോലും പറഞ്ഞത് ശാന്തനാണെന്ന് പറഞ്ഞ കളിക്കുന്നത്. പിന്നെ ഷായിലന്റെ പോസിറ്റീവ് ഷായിലിന്റെ പോസിറ്റീവ് പക്കുട്ടികളെ പെട്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് ഇതേപോലത്തെ ഡയലോഗ് ഞാൻ ഓർമ്മിച്ചു ഇന്റെ കളിയൊക്കെ മാത്രമേ കളിയാക്കണതാണ് ആലോചിച്ചത്. പക്ഷെ കിട്ടിയില്ല. എനിക്ക് തോന്നുന്ന പോസിറ്റീവ് ആയിട്ട് ഷായില പോസിറ്റീവ് ആലോചിച്ചു ഞാൻ പറഞ്ഞുതരാം. ഓള് സത്യം മാത്രമേ പറയുള്ളൂ. നിങ്ങളാണ് കള്ള പറഞ്ഞത്. ഓള് സത്യം മാത്രമേ പറയുള്ളൂ. ഓള് സത്യം മാത്രമേ പോളൂ. അതിനു വേണ്ടി ഇവിടെ ആണി പോയി. അത് സംഭവം ഒന്ന് നിങ്ങളെ കണ്ടിട്ട് പോയത് ചെക്കന്മാർക്ക് അറിയാനാ അല്ല നിങ്ങളെ ഏതോ ഒരാള് നിങ്ങളെ കൂടെ മദ്രസ പഠിച്ചതാണ് ഒരു ഹായ്. ആയി പറഞ്ഞു അതൊന്നിനൊന്നൊരു ആയി പറഞ്ഞാൽ മതി. വരി വരി എന്താണ് നമ്മളെ കൂടെ പഠിച്ചാണ്. എനിക്ക് തോന്നുന്നു ഏത് സുഹൈലാടാ നിങ്ങളെ മരോളെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അടുത്തേല് വരുമല്ലോ. അന്ന് നാളെ തന്നെ ആവട്ടെ. എന്താക്കും പറയാനോ തന്നെയാണ്. സത്യം മാത്രമേ പറയുള്ളൂ. ഓള് പറഞ്ഞില്ലേ സത്യം മാത്രമേ പറയുള്ളൂ. എന്താപ്പോ ഞാൻ ആലോചിക്കട്ടെ. കോടതി മുന്നാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുന്നു. ഷായിലന്റെ എന്താ കള്ളം അറിയില്ല. ഞാൻ പറയാ ഷായില പാവാണ് പാവാണ് ഇനിയിപ്പോ വരിപ്പാ സാധുവാണ്. ഇങ്ങനത്തെ ഒരു മൂത്തച്ചി ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലാന്നല്ല പറയണ്ടേ. ഓളെ പോസിറ്റീവ് അതായത് ഓളില് നല്ല സ്വഭാവം കേട്ടോ. എന്ന് പറഞ്ഞാല് നല്ല ക്യാരക്ടറാണ്. എന്റെ അതേ വൈബിനും എന്റെ അതേ ഇതിലും പറ്റിയ ഒരാള് എനിക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞതാ, ഓക്ക് നല്ല സ്വഭാവം. പക്ഷെ ഓക്ക് പറ്റാത്ത എന്താ കണ്ട വേഗം സങ്കടാവും, വിഷമിക്കും, ഒക്കെ ചെയ്യും. ഇങ്ങനൊന്നല്ല അതെ അത് വേറെ കുഞ്ഞാവാ കുറച്ച് എന്നാ ഞാൻ സെന്ററിൽ ഇരിക്കാം. അതാകുമ്പോ പൊളി എത്ര പൊളി മതി. വേറെ നാത്തൂൻസ് ബോണ്ട് എങ്ങനെയാണ് വീട്ടിൽ? സാധനം ഉണ്ടാവുമ്പോ ചോദിക്കണേ വിചാരിച്ചു. പക്ഷെ നാത്തൂൻ ബോണ്ട് അടിപൊളിയാണ്. ഒരു ഫ്രണ്ടിനെ മാതിരി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്,
ഇത് ഈ കോലത്തില് അതേ ഫാമിലിനെ ഇപ്പൊ ഈ ലെവലിലേക്ക് റൺ ചെയ്ത് നാളെ എന്താന്ന് അറിയാൻ പറ്റൂല. സാലു ഇനിയിപ്പോ പേടിപ്പതാണ്. ഇനിയിപ്പോ എല്ലാരും പറഞ്ഞ സാലുവിന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് സാലു പെണ്ണുങ്ങളെ കുട്ടികളെ അങ്ങനൊന്നും ഉണ്ടല്ലോ. സാല് പറഞ്ഞു കൊടുക്കൂലേ സാധനം. അപ്പൊ ഇൻഷാല്ല ആരായാലും കുടുംബത്തിലേക്ക് ഇനി വീഡിയോ കാണാൻ ആരാ വരുന്നത് പറയാൻ പറ്റില്ല. ഓൾറെഡി ഉള്ള ആളാണോ ഇനി വരാനുള്ള അറിയില്ല. ഇനി വീഡിയോ കണ്ടിട്ട് ഇനി അങ്ങനെ പ്രപ്പോസൽ ഇത് പുതിയ ആളാണോ വരുന്നത് നമുക്ക് പറയാനില്ല. വരുന്നവരാരായാലും ശരി ഇൻഷാല്ല ഈ മതി അത്ര നമ്മള് ഹാപ്പിയാണ്, അതേമാതിരി ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. അല്ല ഇവിടെ അങ്ങനല്ല. ഇങ്ങക്ക് ഞാൻ പറയാം, അല്ല ഞാൻ എന്നെ പൊക്കി പറയല കേട്ടാ. ഇങ്ങോട്ട് വരുന്ന ഒരു ഇതേമാതിരി ഉള്ള ഒരാളെ കിട്ടിയാൽ മതി. എന്ന് വെച്ചാല് ഒരേ വൈബ് നമ്മളെ കൂട്ടത്തിലല്ലേ ഉണ്ടാകും. എന്നിട്ട് അല്ല അല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഒറ്റൊന്നൊരാൾക്ക് പെട്ടെന്നായതാ ആണ്. അങ്ങനല്ല, അതല്ല ഇതിലേക്ക് നിക്കാന്നല്ല, കൂട്ടത്തിൽ നിന്ന് വൈബാക്കി ഹാപ്പിയാണ്. അപ്പൊ അതിലേക്ക് വരുന്ന ആളും ഹാപ്പി ആയിരിക്കും. വൈബാവണം. ഷാലും കാക്കും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് സെയിം. ഞാനും ഷാലും നമ്മള് സെയിം 7 വയസ്സ്. എങ്ങനെ അതേമാതിരിയാണ് ഞാനും കാക്കി. അല്ല റെക്കോർഡ് ആവണല്ലേ ജാട്ടോ ഓണാക്കി ഞാനല്ലേ ഉണ്ട്. അല്ലാണ്ട് നോക്കൂല. അഭിനയിക്കണൊക്കെ ഷൈലാന്റെ മാരേജ് കഴിഞ്ഞിട്ട് എത്രയായി? നേരത്തെ പറഞ്ഞല്ലോ 2 വർഷം 3 മാസം അടുത്ത് കഴിയാനായിട്ട് ഗൈസ്. അത് പറഞ്ഞു പഠിക്കുന്ന പറഞ്ഞു. പിന്നെ റംഷീദ റംഷി എന്ന് പറഞ്ഞ ആള് ചോദിച്ചതാണ് ഉപ്പാന്റെ നാട്. ഉപ്പന്റെ നാട് പരപ്പനങ്ങാടി ചാപ്പപ്പടി എന്ന് പറഞ്ഞ ഏരിയയിലാണ്. പിന്നെ ഉമ്മാന്റെ വീട് ഫറോക്ക് ചുങ്കത്ത്. ഫറോക്ക് ചുങ്കത്ത് ഉണ്ട്. ഇല്ല 20 കിലോമീറ്റർ ഉള്ളു. ഷായിലാന്റെ നാട് ഞാൻ പറഞ്ഞില്ലേ, ഷായിലാന്റെ നാട് ഓൾറെഡി പറഞ്ഞ തലപ്പാറാണ്. നമ്പറൊക്കെ പോണതിന്റെ മുമ്പ് അണ്ടിയൽപ്പ് എന്ന് പറയും. പിന്നെന്താ പിന്നെ എന്റെ പേര് പറഞ്ഞു എന്നെ പറയണേ. എന്താ റംഷി. പിന്നെ ഇവിടെ ഇതില് കോമൺ ആയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചത് എന്താ വെച്ചാൽ എല്ലാരും ഹായ് തരാനും അങ്ങനെ കൊറേ മെയിൻ ആയിട്ട് ചോദിച്ചു സാലുവിന്റെ ക്രഷ്, സാലുവിന് ലൈവർ ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ. സാലു ലൈവർ അല്ല ലൈവർ എന്നാ പറഞ്ഞേ, ലവർ തന്നെ പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ സാലു ഇപ്പൊ നിലവിൽ കമ്മിറ്റഡ് ആണ്. ഇനി നാളെ എന്താന്നുള്ള അറിയില്ല. കേൾക്കണം, കമ്മിറ്റഡ് ആയിട്ടുള്ള ആള് കേൾക്കണം എന്താന്നുള്ളത്. അപ്പൊ നല്ലതാണെങ്കിൽ നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ. ലമ്മ അങ്ങനല്ലേ. പിന്നെ കുറെ ആൾക്കാരോട് ഉപ്പനെ കൊടുക്കണ്ടോ, ഇപ്പനെ കൊടുക്കണ്ടേ, ഇപ്പനെ കൊടുത്ത നമുക്ക് ഉപ്പല്ല. അല്ല മറ്റേ അഥവാഞ്ഞൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താ ഗിവ് വെക്കാന്ന് തോടാണ് ഫുള്ള് കഴിഞ്ഞു. അത് വെക്കാൻ പറ്റിയ നല്ല സാധനങ്ങളുള്ളൂ വിചാരിച്ചിട്ടാണ് ഒരിങ്ങളെ വെക്കണത്, മനസ്സിലായ? അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയെന്നുള്ള അറിയില്ല. നമ്മളിപ്പോ എന്തൊക്കെ സംഭവിച്ചൊക്കെ ഒരു കലപ ശരിക്കും നമ്മളുണ്ടല്ലോ. എന്നാൽ ലാസ്റ്റ് മറ്റേ ബാസിലില്ലേ, മറ്റേ എന്റെ കൂടെ ഉള്ള അണ്ണന്റെ കൂടെ ഉള്ള ഓൻ കറക്റ്റ് നല്ല വൃത്തിക്ക് ഒരു സ്റ്റാൻഡൊക്കെ ചെയ്തു, നല്ല വൃത്തിക്കും ഓരോന്നും നല്ല അതന്നെ നോക്കണ്ടേ. ചോദിച്ച ചോദ്യം ഒന്നുകൂടി കേൾക്കുമ്പോ അത്ര അത് വരില്ല. അവളും ബേസിക് ഫിസിക്സ് ആണ് പഠിച്ചത്. ഹായ് പറയണേ. അപ്പൊ എല്ലാവർക്കും ഹായ്. അപ്പൊ നമ്മള് ടൈം ഏകദേശം എത്രയായി? 12 മണിയാവും. അതാ 11:30 ആയി ടൈം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഹൈദരാബാദ് കളിച്ച്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അളിയൻ താഴത്ത് പോസ്റ്റ് ആണ്. എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്തിട്ട് ആരെന്താ നമ്മൾ ഇന്നലെ നോക്കി ആ റിക്വസ്റ്റ് നമ്മൾ വന്നെടുക്കണില്ല. ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യും. എല്ലാരും എനർജി ഡൗൺ ആയി തുടങ്ങി. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ. നിങ്ങൾ ഹാപ്പിയാണോ? അങ്ങനല്ലേ? അങ്ങനല്ല, ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്ര ബൈ ബൈ ബൈ. അവർക്ക് പോവല്ലേ?